കൊല്ലം അമൃതകുളത്ത് നിന്ന് 4 ലക്ഷം രൂപയുടെ ലഹരി ഗുളികകൾ പിടികൂടിയെന്നുള്ള വാർത്ത ഇപ്പോൾ വരുന്നു. അരുൺ രാജ് വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. അരുൺ, ഇതെവിടെ നിന്നാണ് ഈ ലഹരി ഗുളികകൾ പിടിച്ചെടുത്തിരിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ അരുൺ? ഉന്മേഷ്, അല്പസമയം മുമ്പാണ് കൊല്ലം അമൃതകുളത്ത് നിന്ന് 4 ലക്ഷം രൂപയുടെ ലഹരി ഗുളികൾ ഇപ്പോൾ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ബിപിൻ ദിലീപ് എന്ന് പറയുന്ന 30 വയസ്സുകാരിൽ നിന്നാണ് ഈ ഗുളികൾ എക്സൈസ് സംഘം പിടികൂടിയത്. ഏത് തരത്തിലുള്ള ഒരു പരിശോധനയിലാണ് കണ്ടെത്താൻ കഴിയുന്നത്? ഒരു ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ വന്നതാണ്. അപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ ഇയാളെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഇയാളുടെ ഒരു കൂട്ടാളിയായിരുന്നു രാജീവ് എന്ന് പറയുന്നത്. ഒരു 2 മാസം മുമ്പ് ഞങ്ങൾ എടുത്തായിരുന്നു. അപ്പോൾ അയാളിലും ഇതേ തരത്തിലുള്ള ഗുളികയാണ്. ഇപ്പം കൊല്ലം, അന്നും ഞാൻ ബൈറ്റിൽ പറഞ്ഞതാണ്, ഈ കൊല്ലം ഭാഗങ്ങളിൽ നൈട്രോസപ്പാമും ടൈഡോയിഡും ടാബ്ലറ്റ് ധാരാളമായിട്ട് ഈ കുട്ടികൾക്കിടയിലേക്ക് പോകുന്നുണ്ട്. വളരെ തുച്ഛമായ പൈസയ്ക്ക് മേടിച്ചിട്ട് വളരെ വൻ ലാഭത്തോടു കൂടിയാണ് ഇതൊക്കെ വിൽക്കുന്നത്. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞാൽ ഇയാൾ ഒരു സ്ട്രിപ്പ് കൊടുക്കുന്നത് 2000 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പക്ഷേ ആ സ്ട്രിപ്പിൽ 10 ഗുളികളാണ്. ആ ഗുളികൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഒരു ഗുളികയ്ക്ക് 400 രൂപ വെച്ചാണ് സെയിൽ നടക്കുന്നത്. അപ്പോൾ അത്രത്തോളം ലാഭം കിട്ടുന്നൊരു കാര്യമാണ്. ആ ലാഭം കിട്ടുന്ന കാര്യത്തിന് വേണ്ടിയാണ് ഇവർ ഈ ചെറുപ്പക്കാർ മൊത്തം ഇങ്ങനെ നടക്കുന്നത്. പക്ഷേ ഈ കൊടുക്കുന്ന ആരും അത് ഉപയോഗിക്കുന്നില്ല. എവിടുന്ന് ഈ ഗുളികൾ ബൾക്കായി ലഭിക്കുന്നു എന്നത് സംബന്ധിച്ച് ബാംഗ്ലൂർ, ബോംബെ ഈ ഭാഗങ്ങളിൽ നിന്നാണ് എടുക്കുന്നതാണ് അറിവ്. അപ്പോൾ ഇതിൽ സ്ഥിരമായിട്ട് കൊടുക്കുന്ന ഒരാളെ കുറിച്ച് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അതിന്റെ പേര് ഞങ്ങളിപ്പം വെളിപ്പെടുത്തുന്നില്ല. അയാളെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നതാണ്. പിന്നെ ഈ കേസിൽ ഇയാൾക്ക് കിട്ടിയത് എവിടെ നിന്നാളതിനെ കുറിച്ചുള്ള അന്വേഷണം ഇനി കൂടുതൽ ചോദ്യം. സപ്ലൈ ഈ മേഖലയിൽ തന്നെയാണോ? സപ്ലൈ അതെ, കൊല്ലം ഭാഗത്താണ്. കൊല്ലം ബീച്ച് ഭാഗങ്ങളിൽ തന്നെയാണ്. അപ്പോൾ ഇയാൾ ബീച്ച് ഭാഗത്ത് താമസിച്ചിരുന്ന ആളാണ്. ഇവിടെ വാടകയ്ക്ക് വന്ന് താമസിച്ചാണ്. അപ്പോൾ നമ്മൾ ഒരു മാസമായിട്ട് ഇയാളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഇന്നാണ് അയാൾ നമുക്ക് ഇൻഫർമേഷൻ കിട്ടുകയും ചെയ്തു, വരികയും ചെയ്തു. ഇവിടെ താമസിക്കുന്നു എന്നുള്ളത് ഇന്നാണ് അറിയുന്നത്. ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ ഇവിടേക്ക് വരികയായിരുന്നു. ആ സമയത്ത് ഈ അടയിൽ നിന്ന് ബൾക്ക് എമൗണ്ടായി ഈ ഗുളികൾ ഉണ്ടായിരുന്നു. അതെ, കുട്ടികളിലേക്കും അതുപോലെ തന്നെ ഈ ബീച്ചിൽ എത്തുന്നവർക്കുമാണോ ഇത് വിതരണം ചെയ്തത്? തീർച്ചയായിട്ടും. ഇത് ബീച്ച് സൈഡിൽ ഇതിനു വേണ്ടി പിള്ളേർ വന്ന് നിൽക്കുന്നുണ്ട്. നമ്മൾ റെയ്ഡുകൾ നടത്തുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും ഈ വന്ന് നിൽക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ഹോട്ട്സ്പോട്ട്, ഇരുവരിൽ തന്നെ ഹോട്ട്സ്പോട്ട് ട്രേസ് ചെയ്ത സമയത്ത് ഈ ടൈറോയ്ഡ് ഗുളികയാണ് ഏറ്റവും കൂടുതൽ ആ മേഖലയിൽ കണ്ടെത്താൻ കഴിഞ്ഞത്. അതെ, ഈ ടൈറോയ്ഡ് ഗുളിക എന്ന് പറയുന്നത് ഷെഡ്യൂൾഡ് അല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു വിഷയം നമുക്കുണ്ട്. പിന്നെ ഭാവിയിൽ അതെന്തായാലും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആവും. പിന്നെ ഇത് കൂടുതലായിട്ട് ഈ ടൈറോയ്ഡ് ഗുളികയാണ് കൂടുതലായിട്ട് പോകുന്നത്. അതിന്റെ മറവിൽ മറ്റു ഗുളികകളും ഇതിനോടൊപ്പം പോകുന്നുണ്ട്. മുണ്ടക്കൽ സ്വദേശിയായ ബിബിൽ നിന്നാണ് ഇത്തരത്തിൽ ഈ ഗുളികകൾ കണ്ടെത്തിയത്. 4 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇതിന് വിപണി മൂല്യമുണ്ട് എന്നുള്ളതാണ് നിലവിൽ എക്സൈസ് വിലയിരുത്തുന്നത്. കാരണം ചെറിയ തുകയ്ക്കാണ് ഈ ബാംഗ്ലൂരിൽ നിന്നടക്കം ഇവർക്ക് ഈ ഗുളികകൾ ലഭിക്കുന്നത്. പക്ഷേ ഇവിടെ നിന്ന് ഇവർ വിൽക്കുമ്പോൾ അത് കൂടുതൽ തുകയ്ക്ക് ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ചാണെങ്കിൽ കൂടുതൽ തുകയ്ക്കാണ് ഈ ലഹരി സംഘങ്ങൾക്ക് ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഹോട്ട്സ്പോട്ടായി, ഈ കൊല്ലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോട്ട്സ്പോട്ടായി കണ്ടെത്തിയ ഒരു സ്ഥലമാണ് ഈ ഇരവിപുരം മേഖലയിലെ ചില മേഖലകൾ. ആ സ്ഥലത്ത് തന്നെയാണ് ഇത്തരത്തിൽ ഗുളികകൾ വിതരണം ചെയ്യുന്നത് എന്നുള്ളതാണ് നിലവിൽ ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കുന്നത്. എന്തായാലും എക്സൈസിന് ലഭിച്ച വിവരം അത് രഹസ്യ വിവരമായിരുന്നു. ആ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അയാളുടെ വാടക വീട് കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ 4 ലക്ഷം രൂപയുടെ ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടാൻ കഴിഞ്ഞത്. എന്തായാലും നാട്ടുകാരടക്കം വലിയ ആശങ്കയിലാണ്. കാരണം ഒരാഴ്ചക്കാലം മാത്രമായിട്ടേ ഉള്ളൂ ഇയാൾ ഇവിടേക്ക് വന്ന താമസം മാറിയിട്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ ആ വീട്ടിൽ നിന്ന് മുറ്റത്ത് വെച്ച ഇത്തരത്തിൽ 4 ലക്ഷം രൂപയുടെ വലിയ എമൗണ്ട് ഈ ലഹരി ഗുളികൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. എന്തായാലും ഈ ഗുളികൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞത് എക്സൈസിനെ സംബന്ധിച്ച് ഒരു നേട്ടമായി തന്നെ ഇക്കട്ടത്തിൽ കാണാം. ഉന്മേഷ്, ശരി. അരുൺ രാജാണ് സംഭവ സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.